ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 സെപ്റ്റംബർ 14 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബംഗ്ലാദേശിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി സംഘടനയുടെ പേര്? ഉത്തരം: വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം. പ്രധാനമന്ത്രി പദവി രാജിവെച്ച ഷെയ്ഖ് ഹസീന ലണ്ടനിലേക്കുള്ള യാത്രാമധ്യേ സഹോദരി രഹാനയ്ക്കൊപ്പം സൈനിക വിമാനത്തിൽ യുപിയിലെ ഗസിയാബാദ് ഹിൻഡൻ വ്യോമതാവളത്തിലിറങ്ങി. 1971-ലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ അനന്തര തലമുറയ്ക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ 30% സംവരണം പുനഃസ്ഥാപിച്ചതിനെതിരെ ജൂലൈയിൽ ആരംഭിച്ച പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായാണ് സംഭവങ്ങൾ അരങ്ങേറിയത്. സുപ്രീം കോടതി സംവരണം 5% വെട്ടിക്കുറച്ചതിനെ തുടർന്ന് സംവരണ വിരുദ്ധ സമരം ശമിച്ചെങ്കിലും പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം വീണ്ടും ശക്തമാവുകയായിരുന്നു. പ്രക്ഷോഭകാരികൾ ഭരണകക്ഷിയായ അവാമി പാർട്ടിയുടെ ഓഫീസുകൾ കത്തിച്ചു. പടിഞ്ഞാറൻ പാകിസ്ഥാനുമായി നടന്ന യുദ്ധത്തെ തുടർന്ന് 1971-ലാണ് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാഷ്ട്രമായത്. ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ബംഗബന്ധു ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ മകളായ ഹസീന 2009 മുതൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം വഹിച്ചു വരികയായിരുന്നു. 2024 ജനുവരിയിലാണ് തുടർച്ചയായി 4ാമതും അധികാരത്തിലെത്തിയത്. നൊബേൽ സമാധാന സമ്മാന ജേതാവും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഓഗസ്റ്റ് 8-ന് ബംഗ്ലാദേശിൽ അധികാരമേറ്റു. മുഹമ്മദ് ഷഹാബുദ്ദീനാണ് പ്രസിഡന്റ്. സൈനിക മേധാവി ജനറൽ വക്കാർ ഉസ്മാൻ. ശീതയുദ്ധത്തിനും സോവിയറ്റ് യൂണിയന്റെ വിഘടനത്തിനും ശേഷമുള്ള തടവുകാരുടെ ഏറ്റവും വലിയ കൈമാറ്റം അടുത്തിടെ US-ഉം റഷ്യയും തമ്മിൽ നടന്നു. എത്ര തടവുകാരെയാണ് പരസ്പരം കൈമാറിയത്? ഉത്തരം: 24. റഷ്യ 16 പാശ്ചാത്യ തടവുകാരെയും പാശ്ചാത്യ രാജ്യങ്ങൾ 8 റഷ്യൻ തടവുകാരെയും വിട്ടയച്ചു. തുർക്കിയുടെ മധ്യസ്ഥതയിൽ അങ്കാറയിലാണ് കൈമാറ്റം നടന്നത്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ സ്വദേശിയായ പൂജ ഗേത്കർ അടുത്തിടെ വാർത്താപ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? ഉത്തരം: IAS പദവി നഷ്ടപ്പെട്ടതിലൂടെ. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് IAS നേടിയതുൾപ്പെടെയുള്ള ആരോപണങ്ങളെ തുടർന്നാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പൂജയുടെ സിവിൽ സർവീസ് റദ്ദാക്കിയത്. കേരള സർവീസ് ചട്ടങ്ങളിൽ ഡിസേബിൾഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ഫിസിക്കലി മെന്റലി ചാലഞ്ച്ഡ് എന്നീ വാക്കുകൾക്ക് പകരമായി ഉപയോഗിക്കാൻ ഏത് വാക്കാണ് പുതുതായി ചേർത്തത്? ഉത്തരം: ഭിന്നശേഷിക്കാർ. 2024 ജൂലൈ 3-ന് അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി ഏത് നിലയിൽ പ്രശസ്തി നേടിയ വനിതയാണ്? ഉത്തരം: വിഖ്യാത ഭരതനാട്യ കുച്ചിപ്പുടി നർത്തകി. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ മദനപ്പള്ളിയിലാണ് ജനനം. 28-ാം വയസ്സിൽ പത്മശ്രീ നേടിയ യാമിനി പത്മഭൂഷൺ, പത്മവിഭൂഷൺ ബഹുമതികളും നേടി. തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ ആസ്ഥാന കലാകാരി പട്ടം ലഭിച്ച 2 പേരിൽ ഒരാൾ കൂടിയാണ്. MS സുബലക്ഷ്മിയാണ് മറ്റൊരാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നർത്തകിയായ യാമിനി അവിവാഹിതയായിരുന്നു. ന്യൂഡൽഹിയിൽ ഹോസ്കാസിൽ യാമിനി സ്കൂൾ ഓഫ് ഡാൻസ് എന്ന നൃത്തവിദ്യാലയം നടത്തിവരികയായിരുന്നു. എ പാഷൻ ഓഫ് ഡാൻസ് ആത്മകഥയാണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധ്യക്ഷനായത്? ഉത്തരം: ജസ്റ്റിസ് B. സുധീന്ദ്രകുമാർ. മുൻ ഹൈക്കോടതി ജഡ്ജിയാണ്. ലോകത്താദ്യമായി കാർബൺ ഫൈബറിൽ നിർമ്മിച്ച തീവണ്ടി യാത്രയ്ക്ക് സജ്ജമായത് എവിടെയാണ്? ഉത്തരം: ചൈന. അത്യാഡംബര സ്പോർട്സ് കാറുകളുടെയും മറ്റു നിർമ്മാണത്തിനാണ് കാർബൺ ഫൈബർ ഉപയോഗിക്കുന്നത്. ഉറപ്പും ഭാരക്കുറവുമാണ് ഇതിന്റെ സവിശേഷത. ഡോക്ടർ ഖാദർ കമ്മിറ്റി 2022-ൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിന് അടുത്തിടെ സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. എന്തായിരുന്നു കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം? ഉത്തരം: സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം. SCRT മുൻ ഡയറക്ടർ ഡോക്ടർ M.A. ഖാദർ അധ്യക്ഷനും
ജി ജ്യോതിചൂഡൻ, ഡോക്ടർ സി രാമകൃഷ്ണൻ എന്നിവർ അംഗങ്ങളുമായ കമ്മിറ്റി 4.5 വർഷമെടുത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ജീവനുള്ള ത്വക്ക് ടിഷ്യു ഘടിപ്പിച്ച് പുഞ്ചിരിക്കുന്ന റോബോട്ടിനെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം ജപ്പാൻ. ടോക്കിയോ സർവകലാശാലയിലെ ഗവേഷകരാണ് മനുഷ്യ ചർമ്മകോശങ്ങൾ വളർത്തി അവയെ സാങ്കേതിക വിദ്യയിലൂടെ റോബോട്ടിന്റെ മുഖവുമായി ചേർത്തത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഫിജി സന്ദർശിക്കവേ സമ്മാനിക്കപ്പെട്ട ആ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി? ഉത്തരം കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി. ദക്ഷിണ ശാന്ത സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ ഫിജി സന്ദർശിക്കുന്ന ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഫിജി പ്രസിഡന്റ് വില്യം കത്തോനിവരെയാണ് ബഹുമതി സമ്മാനിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് 11 ലക്ഷത്തിലേറെ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. ഇൻഡോറിലാണ് 24 മണിക്കൂറിൽ അത്രയും വൃക്ഷത്തൈകൾ നട്ടു. പ്രഥമ വിജ്ഞാൻ രത്ന പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം ഗോവിന്ദരാജൻ പത്മനാഭൻ. പ്രമുഖ ബയോ കെമിസ്റ്റാണ് തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദരാജൻ. കേന്ദ്ര സർക്കാർ ഈ വർഷം ഏർപ്പെടുത്തിയ ശാസ്ത്രരംഗത്തെ ഏറ്റവും ഉന്നത ബഹുമതിയാണിത്. ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ 2 മലയാളികൾക്കും ലഭിച്ചു. പാലക്കാട് സ്വദേശിയായ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യം, കോട്ടയം സ്വദേശിയായ ഡോക്ടർ റോക്സി മാത്യു കോൾ എന്നിവരാണ് ജേതാക്കൾ. 2023 എത്ര പേർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചതായാണ് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് രാജ്യസഭയിൽ വെളിപ്പെടുത്തിയത്? ഉത്തരം 2.16 ലക്ഷം. 2011 1,23,000 പേർ പൗരത്വം ഉപേക്ഷിച്ചിരുന്നു. 2022 അത് 2.25 ലക്ഷമായി ഉയർന്നു. US-ൽ 2001 സെപ്റ്റംബർ 11 നടന്ന ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിനും 2 കൂട്ടാളികൾക്കും വധശിക്ഷ ഒഴിവാക്കി ജീവപര്യന്തം ജയിൽ ശിക്ഷ നൽകാനുള്ള ധാരണയ്ക്ക് അടുത്തിടെ എന്താണ് സംഭവിച്ചത്? ഉത്തരം പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ധാരണ റദ്ദാക്കി. വേൾഡ് ട്രേഡ് സെന്ററിനും പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിനും നേരെ നടന്ന ആക്രമണത്തിൽ 3000 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിൽ പങ്കെടുത്ത വിദേശ കുറ്റവാളികളെ പാർപ്പിച്ചിട്ടുള്ള ഗൗണ്ടനാമോ ബേ ജയിലിലെ ജഡ്ജി കൈക്കൊണ്ട തീരുമാനമാണ് പ്രതിരോധ സെക്രട്ടറി റദ്ദാക്കിയത്. ശിക്ഷാ ഇളവിനെതിരെ US-ൽ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. ഏത് സംസ്ഥാനത്താണ് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ച് വിദേശത്തെ സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ ആദ്യ യാത്രാ ചെലവ് സർക്കാർ വഹിക്കുന്നത്? ഉത്തരം തമിഴ്നാട്. രാജ്യത്തെ 500ാമത് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഉത്തരം ഐസ്വാൾ. അപ്ന റേഡിയോ 90.0 FM എന്നാണ് റേഡിയോ നിലയത്തിന്റെ പേര്. 2024 ജൂൺ ജൂലൈ മാസങ്ങളിൽ കരീബിയൻ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്? ഉത്തരം ബെറിൽ. 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം? ഉത്തരം നീലു എന്നു പേരുള്ള പൊന്മാൻ. വയനാട് പ്രകൃതി ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ച മത്സരം സെപ്റ്റംബർ 28 നടക്കും. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.